ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ വിസിബിൾ തോട്ട്സ്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി ഡ്രിങ്ക് ആയിട്ടാണ്. നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു ഡ്രിങ്കാണ്. ഈ ഡ്രിങ്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് നമ്മളൊരു ഫ്ലേവർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്ന ഫ്ലേവറാണ് ശംഖുപുഷ്പം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ഒരു 7 ഫ്ലേവറാണ്. അത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിലെ പ്രാണികളും അഴുക്കൊക്കെ പോയി കിട്ടാനാണ് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു പച്ച കളർ തണ്ട് കാണും, അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ വാഷ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് 1 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം വേണം. അതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചേക്കണം ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ആ ശംഖുപുഷ്പത്തിൻ്റെ കളറ് നമ്മുടെ വെള്ളത്തിൽ മിക്സ് ആവാൻ വേണ്ടിയാണ് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് പഞ്ചസാര, ചെറിയ കഷ്ണം ഇഞ്ചി, നാരങ്ങ, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സിറപ്പ്, ആവശ്യത്തിന് ഐസ് ക്യൂബ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ നമ്മൾ കലക്കി വെച്ചേക്കുന്ന സിറപ്പും അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് ഇത് നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്കിനി വേണ്ടത് ഒരു 1/2 മുറി നാരങ്ങയാണ്. അത് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സർവ് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു ഗ്ലാസ് എടുക്കാം. അതിലേക്ക് ഒരു 4-5 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കസ്കസാണ്. അത് 2-3 ടീസ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു പച്ചമുളകാണ് വേണ്ടത്. ആ പച്ചമുളകിൻ്റെ അറ്റം 2ആയിട്ട് പിളർന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കലക്കി വെച്ചേക്കണം നമ്മുടെ ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഡ്രിങ്കിൻ്റെ ഉള്ളിൽ നമ്മൾ 1-2 ടീസ്പൂൺ കസ്കസ് ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ വെൽക്കം ഡ്രിങ്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുള്ളൊരു ഡ്രിങ്കാണിത്. കളർഫുള്ളാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. പൂക്കൾ വെച്ചിട്ടുള്ള പല ഡ്രിങ്കും നിങ്ങൾ കുടിച്ചിട്ടുണ്ടാകും. നമ്മൾ ചെമ്പരത്തി പൂവിൻ്റെ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ അതുപോലെ തന്നെയാണ് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഡ്രിങ്കും ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നമുക്ക് അധികം സമയമൊന്നും ഇതിനാവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്താം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.